മസൂദ് അസറിന്റെ സഹോദരനും മോസ്റ്റ് വാണ്ടഡ് ഭീകരനുമായ അബ്ദുൾ റൌഫ് അസർ ബഹൽപൂരിലെ ഇന്ത്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ തന്റെ 10 കുടുംബാംഗങ്ങളും 4 അനുയായികളും കൊല്ലപ്പെട്ടതായി ജയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസർ ഇന്നലെ ശരിവച്ചിരുന്നു. 1994 ഇന്ത്യയിൽ അറസ്റ്റിലായ അസറിനെ എയർ ഇന്ത്യ IC-814 വിമാന റാഞ്ചൽ സംഭവത്തോടനുബന്ധിച്ച് വിട്ടയക്കുകയായിരുന്നു. എന്തായാലും ഇയാളുടെ കുടുംബത്തിലെ വലിയൊരു പ്രധാനി തന്നെയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. സഹോദരൻ മരിച്ച കാര്യം ഇന്നലെ പുറത്തു വന്നിരുന്നില്ല. എന്തായാലും മസൂദ് അസറിന്റെ കുടുംബത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം എന്റെ കുടുംബത്തിലെ 10 അംഗങ്ങൾ ഈ രാത്രി സന്തോഷത്തിൽ അനുഗ്രഹീതരായി. അതിൽ 5 പേർ കുട്ടികളാണ്. എന്റെ മൂത്ത സഹോദരി, അവരുടെ ഭർത്താവ്, എന്റെ അനന്തരവൻ ഫാസിൽ ഫൻജെ, അദ്ദേഹത്തിന്റെ ഭാര്യ, എന്റെ അനന്തരവൾ ഫാസില, എന്റെ സഹോദരൻ ഹുസൈഫ, അദ്ദേഹത്തിന്റെ അമ്മ, പിന്നെ എന്റെ 2 സഹായികളും കൊല്ലപ്പെട്ടു. മസൂദ് അസർ പറഞ്ഞു, എനിക്കതിൽ നിരാശയോ പശ്ചാത്താപമോ ഇല്ല. പകരം 14 പേർ ഉൾക്കൊള്ളുന്ന സ്നേഹവാഹനത്തിന്റെ യാത്രയിൽ ഒത്തുചേരേണ്ടതായിരുന്നുവെന്നാണ് തോന്നുന്നത്. അവർക്ക് പോകേണ്ട നാളായി. പക്ഷെ ദൈവമല്ല അവരെ കൊന്നതെന്നും മസൂദ് കുറിച്ചിട്ടുണ്ട്. കുടുംബാംഗങ്ങളുടെ സംസ്കാര ചടങ്ങിലെ പ്രാർത്ഥനകളിലേക്ക് മസൂദ് എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. അതേസമയം UN രക്ഷാസമിതിയുടെ ആഗോള ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭീകരനാണ് മസൂദ് അസർ. ഇദ്ദേഹത്തിന്റെ സഹോദരനാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടു എന്ന വാർത്തയും പുറത്തു വന്നിരിക്കുന്നത്. 2001 പാർലമെന്റ് ആക്രമണം, 2008 മുംബൈ ആക്രമണം, 2016 പഠാൻകോട്ട് ആക്രമണം, 2019 പുൽവാമ ആക്രമണം എന്നിവയുൾപ്പെടെ ഇന്ത്യയിൽ നടന്ന പല ഭീകര ആക്രമണങ്ങളുടെയും സൂത്രധാരനാണ്. 2002 ജയ്ഷിനെ ഔദ്യോഗികമായി നിരോധിച്ചെങ്കിലും തങ്ങളുടെ ക്യാമ്പ് നടത്താൻ പൂർണ്ണ സ്വാതന്ത്ര്യം പാക് അധികാരികൾ നൽകിയിരുന്നു. പാക് സൈന്യത്തിന്റെ 31 കോപ്സ് കന്റോൺമെന്റിൽ നിന്ന് ഏതാനും മൈൽ അകലെയാണ് മർകസ് സുബഹാനുള്ള ക്യാമ്പ്. ഭവൽപൂരിൽ രഹസ്യ ആണവ സംവിധാനം ഉണ്ടെന്ന് വരെ മുമ്പ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്തായാലും വളരെ കനത്ത തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാന് ലഭിച്ചിരിക്കുന്നത്. ഒരു ഭീകര നേതാവ് തന്നെയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത്. 9 ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ ആക്രമിച്ചത്. ഇതിലുണ്ടായിരുന്ന ഏകദേശം മുഴുവൻ ഭീകരരും കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഇന്നലെ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെ 26 പേർ മാത്രമേ മരിച്ചിട്ടുള്ളൂ എന്ന തരത്തിലായിരുന്നു പാകിസ്ഥാൻ വാർത്തകൾ വിട്ടിരുന്നത്. പക്ഷെ അതല്ല, നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളിൽ പറയുന്നത്. അതേസമയം പാകിസ്ഥാൻ തിരിച്ചടിക്ക് ഒരുങ്ങുന്നു എന്ന വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഇതിനെല്ലാം എതിരെ ഇന്ത്യ സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ ആയുധങ്ങൾ പാകിസ്ഥാനെ മുച്ചൂട് മുടിക്കാൻ രംഗത്തിറക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇനിയൊരു കളി ഇന്ത്യയോട് ഇറക്കുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. പക്ഷേ എല്ലാം കൊണ്ടും ഇന്ത്യ സജ്ജമായി തന്നെയാണ് അതിർത്തിയിൽ നിൽക്കുന്നത്. മരണസംഖ്യ പാകിസ്ഥാനിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചടിക്കാൻ ഒരുങ്ങി തന്നെ ഇന്ത്യയുമുണ്ട്.